ഞാനൊരു ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരു പഴയ ബസ് മേടിച്ചു. അതിന് നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്, KLM 3037 എന്നായിരുന്നു നമ്പർ. അല്ല, അപ്പൊ ഈ കുഞ്ഞുനാള് തൊട്ട് ഞാൻ വളരെ കുട്ടിക്കാലത്ത് തൊട്ട് സർ മാജിക് പഠിക്കാൻ തുടങ്ങി. അപ്പൊ അച്ഛൻ സപ്പോർട്ടായിരുന്നു? ആദ്യം സപ്പോർട്ടായിരുന്നു, ഇഷ്ടമായിരുന്നു. ആദ്യം സപ്പോർട്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ മാജിക് പഠിക്കണം എന്ന് തോന്നാനുണ്ടാകുന്ന കാരണം എന്ന് വെച്ചാൽ അച്ഛൻ, ഞാൻ പറഞ്ഞില്ല, അച്ഛൻ ഒരു കർഷകനായിരുന്നു. പക്ഷെ അച്ഛൻ നന്നായിട്ട് മിടുക്കിൽ കഥ പറയുമായിരുന്നു, മനോഹരമായിട്ട് കഥ പറയുമായിരുന്നു. നമ്മളെ വിശ്വസിക്കുന്നു. അതെ. അപ്പോൾ അച്ഛൻ്റെ ഇങ്ങനെ ഈ നെഞ്ചിലിങ്ങനെ ചേർന്ന് കിടക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്ന കഥകൾ, അച്ഛന് വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ മനോഹരമായിട്ട് കഥ പറയും. അപ്പോൾ ആ കഥ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, ഈ വിസ്മയങ്ങൾ നിറച്ച കഥകൾ പറയുമ്പോൾ മാജിക്കാരനാവണം എന്നുള്ളൊരു മോഹം സ്വാഭാവികമായിട്ടൊരു കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്നു. അത് കഴിഞ്ഞ് മാജിക്കിനെ എന്താ പറയുക, മാജിക്കിനോടുള്ള ഇഷ്ടം തോന്നുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും മാജിക്കിനോടുള്ള പ്രണയമായിട്ട് മാറുന്നു. മാജിക്ക് കൂടെ കൊണ്ട് നടക്കാൻ തോന്നുന്നു. അങ്ങനെ ജാലവിദ്യ പഠിച്ചു. പക്ഷേ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എന്നെ അച്ഛൻ മാജിക്കിലേക്ക് ഇറങ്ങരുതെന്ന് വെച്ചിട്ട് ബാംഗ്ലൂർ കൊണ്ട് LLBക്ക് ചേർത്തു. പക്ഷേ ഞാൻ എൻ്റെ LLBയുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റെല്ലാം അവിടെ കളഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വന്ന് LLB ഉപേക്ഷിച്ച് 100% മാജിക്കിലേക്ക് ഇൻവോൾവ് ചെയ്തു. യെസ്. അപ്പോഴാണ് അച്ഛനുമായിട്ട് പിണങ്ങുന്നത്. ഇഷ്ടപ്പെട്ടില്ല. കാരണം അന്നത്തെ ഒരു മാജിക്കുകാരൻ്റെ അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. തെരുവിൽ അലഞ്ഞ് നടക്കുന്ന ഒരു മജീഷ്യൻ എന്നുള്ളതാണ് അന്നത്തെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 100% മാജിക്കിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇഷ്ടമുണ്ടായിരുന്നു. എന്നാലൊരു ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് മകൻ പോകണം. ഏതൊരു അച്ഛനമ്മയും വിചാരിക്കുന്നത് അത് തന്നെയല്ലേ? ശരിയാണ്, പറയണം. പിന്നീടാണ് ട്രൂപ്പിന് പോകാൻ വേണ്ടിയിട്ട് ബസ് മേടിക്കുന്നത്. പക്ഷെ അന്ന് ഷോസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കോട്ടയം. ഇല്ല, എതിരായിരുന്നു. പക്ഷേ ആ ബസ് നമ്മളൊരു എന്താ പറയുക, ഒരു ഫൈനാൻസിൽ നിന്ന് ഒരുപാട് ലോൺ എടുത്ത്, ഒരു സേട്ടുവിൻ്റെ കയ്യിൽ നിന്ന് കുറേ ലോൺ എടുത്തിട്ടാണ് ബസ് മേടിക്കുന്നത്. അടയ്ക്കാൻ സാധിച്ചില്ല. അച്ഛനോട് പോയിട്ട് അവസാനം, എപ്പോഴും നമ്മൾ അച്ഛനാണല്ലോ അവസാനത്തിലൊരു ഉത്തരം എന്ന് പറയുന്നത്. അച്ഛനോട് പോയിട്ട് പൈസ ചോദിച്ചു, അച്ഛൻ തരില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ മുന്നിലെല്ലാ വാതിലുകളും അടഞ്ഞു. അപ്പോൾ പിന്നെ ഇരുട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ കറണ്ട് വന്ന സമയമാണ് നാട്ടിൽ. അപ്പോൾ അതിൻ്റെ മേളിൽ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരാൾ താഴേക്ക് വലിച്ചിട്ടു. അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത്.